അപ്പോൾ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ അടുത്തൊരു ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഇനി അടുത്ത വരുന്നൊരു ക്ലാസ്സോടെ കൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളെല്ലാം തീരും. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പുരാണങ്ങൾ എന്നൊരു ഭാഗം വെച്ചിട്ടാണ്. ഇപ്പോൾ പുരാണങ്ങൾ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഹൈന്ദവ മത ഗ്രന്ഥങ്ങൾ, ഇതിനോടൊപ്പം തന്നെ ആചാര്യന്മാർ, അതുപോലെ കഥാപാത്രങ്ങൾ, തത്വചിന്ത, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ കഥാപാത്രങ്ങൾ എന്നൊരു ഭാഗമൊക്കെ ഇതിലെല്ലാം കൂടെ ആയിട്ടായിരിക്കും, അതുപോലെ ആചാര്യന്മാരെല്ലാം ഇതിൽ എല്ലാം കൂടെ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ചില അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നേരത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ടിരുന്ന ആൾ പിന്നീട് രാജിവെക്കുക. നമ്മുടെ ക്ലാസ് വന്നത് മാർച്ച് 2 ആയിരുന്നു. അപ്പോൾ 4 അദ്ദേഹം രാജിവെക്കുണ്ടായി. അപ്പം 4 ശേഷം ഞാനൊരു ക്ലാസ്സിൽ പറയുണ്ടായി, നമുക്കിനി പുതിയൊരാൾ വരും, ഇപ്പോൾ വന്നതിന് ശേഷം ഒരു അപ്ഡേറ്റ് തരാമെന്ന്. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് നമ്മുടെ ക്ലാസ്സിലും കൂടി ആയിട്ട് നമ്മൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ അതിന് മുന്നത്തെ ക്ലാസ്സിൽ എനിക്ക് വന്ന ചില തെറ്റുകളുണ്ട്, 2 തെറ്റുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളൊന്ന് പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അടുത്തതും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് നടക്കുന്ന ഈ ഒരു സമയത്ത്, നിങ്ങൾ ക്ലാസ് കാണുന്ന ഈ സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ കറക്റ്റഡ് PDF വന്നിട്ടുണ്ടായിരിക്കണം കേട്ടോ. ശരി, അപ്പം നമ്മൾ കണ്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ പുതുതായിട്ട് ചുമതലയേറ്റ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥാണ് കേട്ടോ. AV ഗോപിനാഥാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. അതുപോലെ തന്നെ മുൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ VK വിജയനായിരുന്നു മുൻ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ രാജിയെ തുടർന്നാണ് ഇപ്പം ഇങ്ങനെ പുതിയൊരു നിയമനം നടന്നത് കേട്ടോ. ശരി, പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്ക് കറക്ഷനിൽ ഞാൻ ഉള്ള ഒരു കാര്യമായിരുന്നു, എന്താ ജയ കോമള കേരള ധരണി. അപ്പം ഇത് എഴുതിയിരുന്നത് ചട്ടമ്പി സ്വാമികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചട്ടമ്പി സ്വാമികളല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ബോധേശ്വരനാണ് ഈ ഒരു ഗാനം, നമ്മുടെ സാംസ്കാരിക ഗാനം 2014 നമ്മുടെ സാംസ്കാരിക ഗാനമായത്. ആ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരനാണ്, ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു നാടകത്രയങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം നമ്പൂതിരിമാരുടെ ആ ഒരു കുടുംബത്തിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുലത്തിനിടയിൽ നടക്കുന്ന ചില അനാചാരങ്ങൾ, അപ്പോൾ ഇതിനെ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു 3 നാടകങ്ങളുണ്ട്. അതിലൊന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് എഴുതിയത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ VT ഭട്ടതിരിപ്പാടാണ്. അതോടൊപ്പം തന്നെ വേറെയും 2 നാടകരചനകളുണ്ട്. ഋതുമതി, അതുപോലെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറഞ്ഞ ഭാഗം. അപ്പം ഈ ഋതുമതി എഴുതി തരാന്ന് വെച്ചാൽ MP ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് എഴുതിയത് MR ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഇതും കറക്റ്റ് ചെയ്ത PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കറക്റ്റ് ചെയ്തൊന്ന് പഠിച്ചോളുക. ഇത് നിങ്ങളൊരു അപ്ഡേഷനായിട്ടൊന്ന് വെച്ചോളുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുരാണം എന്നൊരു ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. പുരാണങ്ങൾ എന്നൊരു ഭാഗമാണ് നമ്മൾ ഇനിയിപ്പം നോക്കാൻ പോകുന്നത്. അപ്പം പുരാണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ചില പ്രത്യേകതകളുണ്ട്. ഓരോ പുരാണങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ ഈ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇതറിയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ പുരാണം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് പുരാണം രചിച്ചത് എന്ന് വെച്ചാൽ എന്താണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, സ്മൃതികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ കിട്ടിയ കുറേ ജ്ഞാനങ്ങൾ, കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എഴുതി അവതരിപ്പിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് ഈ പറയുന്ന പുരാണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേദോപനിഷത്തുകളുടെ സാരം സരളമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പുരാണങ്ങൾ രചിച്ചത്. വേദവ്യാസൻ രചിച്ചത്. വേദവ്യാസനാണ് രചിക്കുന്നത്. അപ്പോൾ അത് രചിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. അപ്പോൾ പുരാണം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കി എന്താണ്? അതിപ്രാചീനം എന്നതാണ്. അതുപോലെ തന്നെ പുരാണത്തെ പഞ്ചമവേദമായിട്ട് പരിഗണിക്കുന്ന ഒരു വേദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഉപനിഷത്തുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണത്? ചാന്തോഗ്യ ഉപനിഷത്തിലാണ് ഇത് പറയുന്നത് കേട്ടോ. പുരാണത്തെ പഞ്ചമവേദമായി പരിഗണിക്കുന്നത് ഏത് ഉപനിഷത്തിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? ചാന്തോഗ്യ ഉപനിഷത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ പുരാണങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ്? 18 പുരാണങ്ങളുണ്ട്. പുരാണങ്ങൾ ഉപപുരാണങ്ങൾ എന്നൊക്കെ തിരിക്കുന്നുണ്ട്. ഇതിലെ പുരാണങ്ങൾ എന്ന് പറയുന്നത് 18 പുരാണങ്ങളാണ് വരുന്നത്. അപ്പം മഹാഭാരതത്തിന്റെ അവസാന പർവ്വപ്രകാരം പുരാണങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 18 പുരാണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുരാണങ്ങളുടെ ലക്ഷണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഭാഗവതത്തിന്റെ 12ാം സ്കന്ധത്തിലാണ്. ഭാഗവതത്തിന്റെ 12ാം സ്കന്ധത്തിലാണ് പുരാണങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുരാണങ്ങളുടെ എണ്ണമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, 18 പുരാണങ്ങളാണുള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അതുപോലെ ഈ പുരാണങ്ങളെ തിരിക്കുന്നത് ബ്രാഹ്മം, അതുപോലെ തന്നെ
വൈഷ്ണം ശൈവം എന്നിങ്ങനെ രീതിയിലാണ് അല്ലേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയും. അപ്പം ആ ഒരു ഗണങ്ങളിലാണ് ഇവയെല്ലാം തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് കേട്ടോ, ബ്രാഹ്മം, വൈഷ്ണവം, ശൈവം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ 18 പുരാണങ്ങളെ തിരിക്കുന്നത്. ഇതിൽ ബ്രാഹ്മത്തിൽ വരുന്നതാണ് ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ഭവിഷ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഇതിൽ മാർക്കണ്ഡേയ പുരാണം ഒന്ന് പ്രത്യേകം നോക്കി വെക്കണം. മാർക്കണ്ഡേയ പുരാണം ഏതിലാണ് വരുന്നത് വെച്ചാൽ അത് ഏതിലാണ്, ബ്രാഹ്മത്തിലാണ് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മാർക്കണ്ഡേയ പുരാണം ബ്രാഹ്മത്തിലാണ് വരുന്നത് മനസ്സിലാക്കി വെക്കുക. ബാക്കി 3 നിങ്ങൾക്ക് ആ പേരിൽ തന്നെയുണ്ട്. പിന്നെ ഭവിഷ്യപുരാണവും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഭവിഷ്യപുരാണം ബ്രാഹ്മത്തിൽ വരുന്നതാണ്. പൊതുവെ മാർക്കണ്ഡേയ പുരാണമാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ വൈഷ്ണവ പുരാണത്തിലോട്ട് വരുമ്പോൾ അതിനകത്തെ പുരാണങ്ങൾ നമുക്ക് പേരിലൂടെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇപ്പം നമുക്ക് നോക്കാം. വിഷ്ണു പുരാണം അല്ലെ, വിഷ്ണുവിൻ്റെ പേരാണ്. നാരദീയ പുരാണം, ഭഗവാന്റെ അടുത്ത് എപ്പോഴും വരുന്നയാളല്ല അല്ലേ, നാരായണ നാരായണ എന്ന് പറഞ്ഞ്. അതുപോലെ ഭാഗവതം, അതും ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഗരുഡ പുരാണം, അതുകൊണ്ടാ പത്മപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, വാമനപുരാണം. അപ്പോൾ ഇതെല്ലാം എന്താണ് അല്ല, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെ, വിഷ്ണു ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിനിയിപ്പം ശൈവം, ഇപ്പം ശൈവത്തിലോട്ട് വരുമ്പോൾ ഏതൊക്കെ നോക്കുക, ഏതാണ് അഗ്നിപുരാണം, അതുപോലെ ലിംഗപുരാണം, ശിവപുരാണം, സ്കന്ദപുരാണം. അപ്പോൾ ഈ അഗ്നിപുരാണം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ശൈവത്തിലാണെന്ന് നിങ്ങൾ ബോധപൂർവ്വം തന്നെ മനസ്സിലാക്കേണ്ടി വരും. ബാക്കി ലിംഗപുരാണം, ശിവപുരാണം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. അത് ശിവനെ സംബന്ധിച്ചിട്ടുള്ളതാണ്, ശൈവപുരാണം ആണെന്ന് കിട്ടും. അതുപോലെ സ്കന്ദപുരാണം അല്ലെ, സ്കന്ദം എന്ന് പറയുമ്പോൾ ആരാ, അല്ലെങ്കിൽ ഇപ്പൊ സ്കന്ദഷഷ്ടി എന്നൊക്കെ പറയും അല്ലെ, നിങ്ങളുടെയൊക്കെ ചില അമ്മമാർ ചിലപ്പോൾ എടുക്കുമായിരിക്കും, സ്കന്ദഷഷ്ടി എന്നൊക്കെ പറഞ്ഞ് വ്രതം എടുക്കുമായിരിക്കും. അപ്പം അത് മുരുകനെ വേണ്ടിയിട്ടുള്ളത്, ഭഗവാന്റെ മകനാണ് അല്ലെ മുരുകൻ. ഓക്കെ, അപ്പം ഇതെല്ലാം എന്താണ് ശൈവഭാവത്തിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശൈവ പുരാണത്തിൽ പെടുന്ന കാര്യങ്ങളാണെന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പം ഇനി നമുക്ക് ഈ ഓരോ പുരാണങ്ങളുടെയും ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ബ്രഹ്മപുരാണത്തിലോട്ട് വരുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് അറിയപ്പെടുന്നത് ആദ്യ പുരാണം എന്നാണ് കേട്ടോ, ആദ്യ പുരാണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രം, കൊണാർക്ക് സൂര്യക്ഷേത്രം എന്നിവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണം എന്ന പ്രത്യേകതയും ഈ ബ്രഹ്മപുരാണത്തിനുണ്ട്. അതുപോലെ തന്നെ എന്താ, ബ്രഹ്മാവ് ദക്ഷ പ്രജാപതിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ബ്രഹ്മപുരാണം കേട്ടോ. ബ്രഹ്മാവ് ദക്ഷ പ്രജാപതിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണം, ബ്രഹ്മാവാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്, ദക്ഷ പ്രജാപതിക്കാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ പുരാണമാണ് ഇത് ബ്രഹ്മപുരാണം. ഇനി നമുക്ക് ബ്രഹ്മാണ്ഡ പുരാണത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അത് ബ്രഹ്മാവ് ഉപദേശിക്കുന്നത് തന്നെയാണ്. ആർക്കാണ്, അത്രി മഹർഷിക്ക് ഉപദേശിക്കുന്നത്. ബ്രഹ്മാവ് അത്രി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ഈ പറയുന്ന ബ്രഹ്മാണ്ഡ പുരാണം. അതുപോലെ എന്താ, ആദിയിൽ സ്വർണ്ണമുട്ടയിൽ നിന്ന് പ്രപഞ്ചം രൂപം കൊണ്ടു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുള്ള പുരാണം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാണ്ഡ പുരാണമാണ് കേട്ടോ. അല്ലെ, ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കമലഹാസൻ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കേൾക്കാം അല്ലെ, ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ലോകം മൊത്തമുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ്, യൂണിവേഴ്സൽ എന്നൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഫോം ചെയ്തു, അല്ലെങ്കിൽ പ്രകൃതി ഫോം ചെയ്തു, അല്ലെങ്കിൽ ഭൂമി ഫോം ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓർക്കാം. അപ്പോൾ ആദിയിൽ സ്വർണ്ണമുട്ടയിൽ നിന്നാണ് ഈ ഒരു പ്രപഞ്ചം രൂപം കൊണ്ടത് എന്ന് പ്രതിപാദിച്ചിട്ടുള്ള പുരാണമാണ് ഈ പറയുന്ന ബ്രഹ്മാണ്ഡ പുരാണം. അതുപോലെ തന്നെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, സാവർണിമനു നാരദന് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ഈ പറയുന്ന ബ്രഹ്മവൈവർത്ത പുരാണം കേട്ടോ. സാവർണിമനു നാരദന് ഉപദേശിച്ചു കൊടുത്തതാണ്. ആ ഒരു പ്രത്യേകത മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് ശ്ലോകങ്ങൾ എത്ര ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ശിവപുരാണമൊക്കെ വരുമ്പോഴാണ്, അതുപോലെ ഭാഗവതം വരുമ്പോഴാണ്, അതെല്ലാം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പം ഭവിഷ്യപുരാണം വരുമ്പോൾ എന്താണ്, സൂര്യഭഗവാൻ മനുവിന് ഉപദേശിച്ചു കൊടുത്ത പുരാണം, സൂര്യഭഗവാൻ മനുവിന് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ഇത് ഭവിഷ്യപുരാണം. അതുപോലെ സൂര്യൻ, അഗ്നി, നാഗദേവതമാർ എന്നിവരുടെ മഹത്വം വർണ്ണിക്കുന്ന പുരാണം എന്ന പ്രത്യേകതയും ഈ പറയുന്ന ഭവിഷ്യപുരാണത്തിനുണ്ട്. സൂര്യൻ, അഗ്നി, നാഗദേവതമാരെ പറ്റിയൊക്കെ അല്ലെങ്കിൽ അവരുടെ മഹത്വമൊക്കെ പരാമർശിക്കുന്ന ഏത് പുരാണം എന്ന് വെച്ചാൽ ഭവിഷ്യപുരാണമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കുക. അപ്പം നമുക്ക് മാർക്കണ്ഡേയ പുരാണത്തിലോട്ട് പോവാം. അപ്പോൾ മാർക്കണ്ഡേയ പുരാണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അത് ബ്രാഹ്മത്തിൽ പെടുന്നതാണ്. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂഷൻ അടിക്കുക. അപ്പം മാർക്കണ്ഡേയൻ എന്ന് പറയുമ്പോൾ അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണല്ലോ അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളത് എന്നൊക്കെ ഓർത്ത് ശൈവത്തിലേക്ക് അത് ചോദിച്ച ആൻസർ പോകരുത്, അത് ബ്രാഹ്മത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ മാർക്കണ്ഡേയ പുരാണം എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ്. മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ഈ പറഞ്ഞ മാർക്കണ്ഡേയ പുരാണം. അതുപോലെ തന്നെ ഈ മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ചണ്ഡീ സപ്തതിയാണ്. ചണ്ഡീ സപ്തതിയാണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സ്തോത്രമാലയാണ് ആ ഒരു ചണ്ഡീ സപ്തതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുളസി ചരിതം ഉൾപ്പെടുന്ന പുരാണം ഈ പറയുന്ന മാർക്കണ്ഡേയ പുരാണമാണ്. തുളസി ചരിതം ഉൾപ്പെടുന്ന പുരാണവും ഈ പറയുന്ന മാർക്കണ്ഡേയ പുരാണമാണ്. ഇനി വാമന പുരാണത്തിലോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ പ്രത്യേകത എന്താ, വിവിധ തരം നരകങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണം എന്ന പ്രത്യേകതയാണ് ഈ വാമന പുരാണത്തിനുള്ളത്. വിവിധ തരം
നരകങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണം എന്ന പ്രത്യേകത ഈ പറയുന്ന വാമന പുരാണത്തിനുണ്ട്. അതുപോലെ തന്നെ എന്താ ഗംഗാമാഹാത്മ്യം ഉൾപ്പെടുന്ന പുരാണവും ഈ പറയുന്ന വാമന പുരാണമാണ്. ഓക്കെ, വിവിധ തരം നരകങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുള്ള പുരാണവും ഗംഗാമാഹാത്മ്യം ഉൾപ്പെടുന്ന പുരാണം ഏതാണെന്ന് ചോദിച്ചാൽ വാമന പുരാണമാണ് കേട്ടോ. അതുപോലെ തന്നെ വിഷ്ണു പുരാണത്തിലേക്ക് വരുമ്പോൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള ശ്ലോകങ്ങളുടെ എണ്ണം 23,000 ശ്ലോകങ്ങളാണ്. ഇത് പരാശര മഹർഷി മൈത്രേയന് ഉപദേശിച്ചു കൊടുത്ത പുരാണം എന്നതാണ് കേട്ടോ. പരാശര മഹർഷി മൈത്രേയന് ഉപദേശിച്ചു കൊടുത്ത പുരാണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അതുപോലെ എന്താ പുരാണരത്നം എന്നറിയപ്പെടുന്ന പുരാണം. അതുപോലെ തന്നെ സപ്തസമുദ്ര വർണ്ണന വിഷ്ണു പുരാണത്തിലെ പ്രധാന ഭാഗമാണ്. സപ്തസമുദ്ര വർണ്ണന അത് പ്രതിപാദിച്ചിട്ടുള്ളത് വിഷ്ണു പുരാണത്തിലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 7ാമത്തെ അംശമാണ് വിഷ്ണു ധർമ്മോത്തര ഖണ്ഡം. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നാരദീയ പുരാണത്തിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലെ വ്യാകരണ ഗ്രന്ഥം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. അതുപോലെ തന്നെ 18 പുരാണങ്ങളുടെ സംഗ്രഹം ഉൾക്കൊള്ളുന്ന പുരാണം എന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് പ്രധാന കാര്യം. ബാക്കിയുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പം നാരദ മഹർഷി സനൽകുമാറിന് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് നാരദീയ പുരാണം. വലിയ കാര്യമല്ല, എന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കുക. പിന്നെ എന്നാ ബൃഹന്നാരദീയം എന്നറിയപ്പെടുന്ന പുരാണം, അതുപോലെ സങ്കട ഗണപതി സ്തോത്രം ഉൾപ്പെടുന്ന പുരാണം, ഉൾക്കൊള്ളുന്ന പുരാണം ഓർമ്മയിൽ വെക്കണം. അതുപോലെ തന്നെ പുരാണങ്ങളിലെ വ്യാകരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പുരാണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അതുപോലെ 18 പുരാണങ്ങളുടെയും വിഷയസംഗ്രഹം ഉൾക്കൊള്ളുന്ന ഈ പറയുന്ന നാരദീയ പുരാണത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 18 പുരാണങ്ങളുടെയും വിഷയസംഗ്രഹം ഉൾക്കൊള്ളുന്ന പുരാണം എന്നുള്ള പ്രത്യേകത ഈ പറഞ്ഞ നാരദീയ പുരാണത്തിനുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ 2 പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള 2 കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഭാഗവത പുരാണത്തിലോട്ട് വരുവാണ്. അത് നോക്കാം. 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രചാരം ലഭിച്ചിട്ടുള്ള പുരാണം എന്ന പ്രത്യേകത അല്ലെ, നമുക്ക് ഇന്നും കേൾക്കാവുന്നതാണ്. ഭാഗവത സപ്താഹം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. അപ്പോൾ ഭാഗവത പുരാണത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും പ്രചാരണം ലഭിച്ചിട്ടുള്ള പുരാണം എന്നാണ്. അതുപോലെ തന്നെ ശ്രീ മഹാവിഷ്ണു ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്ത പുരാണം എന്ന പ്രത്യേകതയുണ്ട്. വേദവ്യാസിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്താരെന്ന് വെച്ചാൽ ആരാണ്? നാരദ മുനിയാണ് കേട്ടോ. വേദവ്യാസിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് നാരദ മുനിയാണ്. അതുപോലെ തന്നെ ഇതിൽ 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളുമാണ് ഉൾപ്പെടുന്നത്. 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളുമാണ് ഈ പറഞ്ഞ ഭാഗവത പുരാണത്തിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ കപിലാചാര്യനെയും ഗൗതമ ബുദ്ധനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് പറയുന്ന പുരാണം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഭാഗവത പുരാണമാണ് കേട്ടോ. കപിലാചാര്യനെയും അതുപോലെ എന്താ ഗൗതമ ബുദ്ധനെയും വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പ്രതിപാദിക്കുന്ന പുരാണവും ഈ പറയുന്ന ഭാഗവത പുരാണമാണ്. അപ്പോൾ നമ്മൾ ഗരുഡ പുരാണത്തിലോട്ട് നോക്കുമ്പോൾ ശ്രീ മഹാവിഷ്ണു ഗരുഡനും അതുപോലെ ഗരുഡൻ കശ്യപിനും ഉപദേശിച്ച പുരാണം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഗരുഡ പുരാണത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പത്മപുരാണത്തിലോട്ട് വരാം. ബ്രഹ്മാവ് ഉപദേശിച്ച പുരാണം എന്നൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ പ്രപഞ്ചോൽപത്തിയെ പറ്റി പ്രതിപാദിക്കുന്ന പുരാണം എന്നൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ജാമ്പവ ശ്രീരാമ സംവാദം, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രപഞ്ചോൽപത്തിയെ സവിസ്തരം പ്രതിപാദിക്കുന്ന പുരാണം, അതുപോലെ ജാമ്പവ ശ്രീരാമ സംവാദം ഉൾപ്പെടുന്ന പുരാണം എന്നൊരു പ്രത്യേകതയും ഇതിൻ്റെയാണ്. പിന്നെ പറയാവുന്നത് പത്മപുരാണങ്ങളെ 2 ഖണ്ഡങ്ങളാണ്, പൂർവ്വഖണ്ഡം ഉത്തരഖണ്ഡം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രപഞ്ചോൽപത്തിയെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന പുരാണം. അതുപോലെ തന്നെ പത്മപുരാണത്തിലെ പ്രധാന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ജാമ്പവ ശ്രീരാമ സംവാദം. അത് രണ്ടും നിങ്ങളൊന്ന് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് വരാഹ പുരാണത്തിലോട്ട് നോക്കുമ്പോൾ അത് വിഷ്ണു ഭഗവാൻ ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണമാണ് ഈ പറയുന്ന വരാഹ പുരാണം കേട്ടോ. വിഷ്ണു ഭഗവാൻ ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത പുരാണം. അതുപോലെ തന്നെ എന്താ തീർത്ഥജലങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള പുരാണം, അതുപോലെ ശ്രാദ്ധകർമ്മങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള പുരാണം എന്നിങ്ങനെയുള്ള പ്രത്യേകതയൊക്കെ ഈ പറഞ്ഞ വരാഹ പുരാണത്തിനുണ്ട്. അത് നമുക്ക് കാര്യങ്ങൾ നോക്കാം. അഗസ്ത്യഗീത, രുദ്രഗീത എന്നിവ വരാഹ പുരാണത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ പുണ്യതീർത്ഥങ്ങളെ കുറിച്ച് വിശദ വിവരം നൽകിയിട്ടുള്ള പുരാണമാണ് ഈ പറയുന്ന വരാഹ പുരാണം. അതുപോലെ എന്താ ശ്രാദ്ധകർമ്മങ്ങളെ കുറിച്ച് ബലിയിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, മരണശേഷം ബലിയിടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിവരണം അടങ്ങിയിട്ടുള്ള പുരാണമാണ് ഈ പറയുന്ന വരാഹ പുരാണം. നച്ചികേതസിന്റെ കഥ വ്യക്തമാക്കുന്നതും ഈ പറയുന്ന വരാഹ പുരാണത്തിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാഹ പുരാണത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അഗ്നിപുരാണം നോക്കാം. ഇപ്പം അഗ്നിയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന പുരാണം അല്ലെ. ഇപ്പോൾ പണ്ട് വേദകാലഘട്ടങ്ങളിലൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ശിവൻ വിഷ്ണുവിനൊക്കെ ഉള്ള ആ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അന്നത്തെ കാലത്ത് അഗ്നി, ഇന്ദ്രൻ, വരുണൻ ഇവർക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പം അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ അഗ്നിയുടെ ശ്രേഷ്ഠത ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്ന പുരാണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ അഗ്നിപുരാണമാണ്. അതുപോലെ സർവ്വവിദ്യകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാണം എന്ന പ്രത്യേകതയും ഈ പറയുന്ന അഗ്നിപുരാണത്തിനുണ്ട്. അതുപോലെ തന്നെ
അഗ്നി ഭഗവാൻ വസിഷ്ഠ മുനിക്ക് ഉപദേശിച്ച് നൽകിയ പുരാണം എന്നൊരു പ്രത്യേകതയും ഈ പറയുന്ന അഗ്നിപുരാണത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത പറയാവുന്നത് എന്താ, കാവ്യനാടകാദികളുടെ ലക്ഷണം വ്യക്തമാക്കിയിട്ടുള്ള പുരാണം അല്ലെ, കവിത, നാടകം, ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളെ പറ്റി കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള പുരാണം, അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുരാണം അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള പുരാണം എന്നൊക്കെ പറയാവുന്ന ഈ പറഞ്ഞ അഗ്നിപുരാണമാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ സംക്ഷേപ രൂപമായി കാണാവുന്ന അല്ലെ, വളരെ ബ്രീഫായിട്ടുള്ള രൂപമായിട്ട് കാണാവുന്ന ഒരു പുരാണം ഈ പറയുന്ന അഗ്നിപുരാണമാണ്. അതുപോലെ ആയുർവേദം, ധനുർവേദം എന്നിവയെക്കുറിച്ച് വിവരണം നടത്തിയിട്ടുള്ള പുരാണവും ഈ പറയുന്ന അഗ്നിപുരാണമാണ്. അപ്പൊ ഇതൊക്കെ അഗ്നിപുരാണത്തിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് മത്സ്യപുരാണത്തിലോട്ട് പോകുമ്പോൾ മഹാവിഷ്ണു മനുവിന് ഉപദേശിച്ച് നൽകിയ പുരാണമാണ് കേട്ടോ. മഹാവിഷ്ണു മനുവിന് ഉപദേശിച്ച് നൽകിയ പുരാണം എന്ന പ്രത്യേകത ഈ പറഞ്ഞ മത്സ്യപുരാണത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കൂർമ്മപുരാണം നോക്കുമ്പോൾ ഇപ്പൊ ദേവീ സഹസ്രനാമം ഒക്കെ ഏതിന്റെ ഭാഗമാണെന്ന് നോക്കിയത്, ഏതിന്റെ ഭാഗമാണ്? കൂർമ്മപുരാണത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ദേവീ സഹസ്രനാമം. അപ്പൊ കൂർമാവതാരം എടുത്ത മഹാവിഷ്ണു പാതാളത്തിൽ വെച്ച് ഉപദേശിച്ച പുരാണം എന്നൊരു പ്രത്യേകത ഈ പറയുന്ന കൂർമ്മപുരാണത്തിനുണ്ട്. അതുപോലെ ദേവീ സഹസ്രനാമം ഇതിനകത്തെ ഈ കൂർമ്മപുരാണത്തിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ് എന്നുള്ളൊരു പ്രത്യേകത ഇതിൽ കൂർമ്മപുരാണത്തിന് ഉണ്ട്. ഇനി നമ്മൾ ലിംഗപുരാണത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അല്ലേ, അത് ആരെ പറ്റിയുള്ള, ഭഗവാനെ പറ്റിയുള്ളതാണ് അല്ലെ. ലിംഗപുരാണം, ശിവപുരാണം ഇതൊക്കെ പേരിൽ നമുക്ക് വ്യക്തമാണ്, ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അല്ലെ, മഹാദേവനെ സംബന്ധിച്ചിട്ടുള്ള പുരാണമാണ്. അപ്പൊ എന്താ, പരമശിവന്റെ ധർമ്മോപദേശങ്ങൾ അടങ്ങിയ പുരാണം എന്ന പ്രത്യേകതയാണ് ഈ പറയുന്ന ലിംഗപുരാണത്തിനുള്ളത് കേട്ടോ. പരമശിവന്റെ ധർമ്മോപദേശങ്ങൾ അടങ്ങിയ പുരാണമാണ് ലിംഗപുരാണം. അതുപോലെ ശിവപുരാണത്തിലോട്ട് വരുമ്പോൾ എന്താണ്, ശിവഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള പുരാണമാണ് ശിവപുരാണം കേട്ടോ. ശിവഭഗവാൻ ഉപദേശിച്ച പുരാണമാണ് ശിവപുരാണം. മറ്റ് ധർമ്മോപദേശങ്ങളാണ് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ ശിവപുരാണത്തിന് എന്താ 12 സംഹിതകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ 24,000 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 12 സംഹിതകൾ, 24,000 ശ്ലോകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് സ്കന്ദപുരാണം നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു അല്ലെ, ഭഗവാന്റെ പുത്രനാണ് ആര്, സുബ്രഹ്മണ്യൻ. അപ്പൊ സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള പുരാണമാണ് എന്ത്, ഈ പറയുന്ന സ്കന്ദപുരാണം. അതുപോലെ ഗംഗാ സഹസ്രനാമം സ്കന്ദപുരാണത്തിലെ പ്രധാന ഭാഗമാണ്. ഗംഗാ സഹസ്രനാമം ഈ പറഞ്ഞ സ്കന്ദപുരാണത്തിലെ പ്രധാന ഭാഗമാണ്. അതുപോലെ നരകത്തെക്കുറിച്ചുള്ള വിശദീകരണമുള്ള പുരാണം, നരകത്തെക്കുറിച്ചുള്ള വിശദീകരണമുള്ളൊരു പുരാണം എന്ന പ്രത്യേകതയും ഈ പറഞ്ഞ സ്കന്ദപുരാണത്തിന് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് വായുപുരാണത്തിലേക്ക് പോവാം. അപ്പൊ എന്താ, ശിവപുരാണവുമായി ഏറെ സാമ്യമുള്ള പുരാണം, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. ഗുപ്ത രാജവംശത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണവും ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുരാണമാണ്. ഗുപ്ത രാജവംശത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുരാണം എന്ന് ചോദിച്ചാൽ അത് വായുപുരാണമാണ്. പക്ഷെ അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ദേവീ ഭാഗവത്തിലോട്ട് വരുവാണെങ്കിൽ അത് ശരിക്കും ഒരു പുരാണത്തെക്കാളുപരി ഉപപുരാണം എന്ന് പറയുന്നതാണ് ശരിയെങ്കിലും പുരാണത്തിന്റെ ആ ഒരു പട്ടികയിൽ പെടുത്താൻ ലക്ഷണമുള്ള ഒരു പുരാണമാണ് ഈ പറയുന്നത് ദേവീ ഭാഗവതം. അപ്പോൾ ദേവീ ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളാണുള്ളത്. അപ്പം ശിവപുരാണം പറഞ്ഞു, അതുപോലെ വിഷ്ണു പുരാണം പറഞ്ഞു, ദേവീ പുരാണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദേവീ ഭാഗവതം പറഞ്ഞൊക്കെ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ശ്ലോകങ്ങളൊക്കെ കാര്യങ്ങൾ എത്രയാണ്, അധ്യായം എത്രയാണുള്ള കാര്യമൊക്കെ നിങ്ങൾ നോർമൽ വെച്ചോളുക. ഓക്കെ, അപ്പം ഇതിനകത്ത് 12 സ്കന്ധങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇത് കൂടെ എന്താ 300 അധ്യായങ്ങളിലായിട്ട് 18,000 ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത്. 300 അധ്യായങ്ങളിലായിട്ട് 18,000 ശ്ലോകങ്ങളാണ് ഈ പറയുന്നത് ദേവീ ഭാഗവതത്തിൽ ഉള്ളത്. അതുപോലെ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം തന്നെ അല്ലേ, മഹാപുരാണങ്ങളുടെ ശ്രേണിയിൽ പരിഗണിക്കപ്പെടുന്ന ഉപപുരാണമാണ് ഈ പറയുന്ന ദേവീ ഭാഗവതം. മഹാപുരാണങ്ങളുടെ ശ്രേണിയിൽ പരിഗണിക്കപ്പെടുന്ന ഉപപുരാണമാണ് ഈ പറയുന്ന ദേവീ ഭാഗവതം. അതുപോലെ പ്രകൃതിയാണ് സമസ്ത കാര്യങ്ങളുടെയും ആധാരം എന്നത് ഏതാണ് പറയുന്നത്, ദേവീ ഭാഗവതത്തിലാണ് ഈ പറഞ്ഞ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്താവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ പുരാണങ്ങൾ എന്നൊരു ഭാഗം അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ, അപ്പൊ ഇങ്ങനെയൊരു ഭാഗമുണ്ട് നമുക്ക് നമ്മുടെ സിലബസിൽ. അപ്പോൾ ഇനി ആ ഭാഗം നമുക്ക് നോക്കാം. ഇത് പക്ഷേ ഒരു 2 സെഷനായിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ രാമായണമായിരിക്കും പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ മഹാഭാരതം പറയുന്നത്. അപ്പോൾ രാമായണത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു രാമായണം എന്നൊരു ഭാഗം തീർന്നതിന് ശേഷം നമ്മൾ നോക്കുന്നത് തത്വചിന്തകർ എന്നൊരു ഭാഗമായിരിക്കും കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിലായിരിക്കും മഹാഭാരതം പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ കൺഫ്യൂഷനായി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും അത് കുറച്ച് പാടായിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു ഭാഗം, പിന്നെ അതുകൂടാതെ അനുബന്ധിച്ച് വരുന്ന മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളും ആ ഒപ്പം തന്നെ നമ്മൾ നോക്കും. അതോടൊപ്പം തന്നെ വാസ്തുവിദ്യയും അടുത്ത ക്ലാസ്സിൽ തന്നെ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം ഒരു ക്ലാസ് തീർക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് രാമായണത്തിലോട്ട് വരാം. ഇപ്പോൾ രാമായണം എന്ന കാര്യം പറയുമ്പോൾ വിവിധതരം ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവരവരുടെ ഒരു ആംഗിൾ അനുസരിച്ചിട്ട് ഒക്കെ എഴുതപ്പെട്ട വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം ആണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ്, പൗരാണിക ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥമാണ് ഈ പറയുന്ന രാമായണം എന്നത്. അപ്പം നമ്മൾ പറയുന്ന അനുസരിച്ച് ഏതാണ്ട് 360-ലധികം പുനരാഖ്യാനങ്ങൾ ഈ പറയുന്ന രാമായണത്തിനുണ്ട് എന്നതാണ്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ, നമ്മൾ കേട്ടിട്ടുള്ള വിവിധ തരം രാമായണം ഉണ്ടല്ലേ. ഇപ്പോൾ ഒന്ന് അധ്യാത്മ രാമായണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിളിപ്പാട്ട് രാമായണം എന്ന് കേട്ടിട്ടുണ്ടാവും, കമ്പരാമായണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം രാമായണത്തിന് വിവിധ രൂപങ്ങളാണ്. അതുപോലെ രാമചരിതം എന്നുള്ള രാമായണം ഒക്കെ ഉണ്ട്. നമുക്കത് ഓരോന്നും നോക്കാം. അപ്പം AD 12-ാം ശതകത്തിൽ തമിഴ് ഭാഷയിൽ കമ്പർ രചിച്ച രാമായണമാണ് എന്ത്, കമ്പരാമായണം കേട്ടോ. കമ്പർ രചിച്ച രാമായണമാണ് കമ്പരാമായണം, തമിഴിലുള്ള രാമായണമാണ്. അപ്പം ഇത് പ്രാധാന്യമുള്ളതാണോ നോക്കി വെച്ചോളുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചില രാമായണങ്ങളുടെ പേര് നമുക്കൊന്ന് നോക്കാം. പിന്നെന്താ, AD 12-ാം ശതകത്തിൽ തെലുങ്ക് ഭാഷയിൽ രംഗനാഥൻ രചിച്ച രാമായണമാണ് എന്ത്, രംഗനാഥ രാമായണം അഥവാ ദ്വിപദ രാമായണം കേട്ടോ. രംഗനാഥ രാമായണം അഥവാ ദ്വിപദ രാമായണം എന്നുള്ളത് തെലുങ്ക് ഭാഷയിലുള്ളതാണ്. അതുപോലെ നമ്മുടെ മലയാളത്തിലുള്ളത് രാമചരിതം AD 12-ാം നൂറ്റാണ്ടിലെ ചീരാമകവി രചിച്ച രാമായണമാണ് ഈ പറയുന്ന രാമചരിതം എന്ന് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ രാമായണം എന്നൊക്കെയുള്ള പ്രത്യേകതയും ഈ പറയുന്ന രാമചരിതത്തിനുണ്ട്. അതുകൊണ്ട് AD 11-ാം ശതകത്തിൽ കന്നഡ ഭാഷയിൽ തോരവേ നിവാസിയായ നരഹരി രചിച്ച രാമായണമാണ് തോരവേ രാമായണം. അത് പ്രാധാന്യമുള്ളതല്ല, പക്ഷെ എന്നാൽ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായിട്ട് നിങ്ങളതൊന്ന് നോക്കി വെച്ചോളുക. പിന്നെ നമുക്ക് പറയാവുന്നതാണ് 15-ാം ശതകത്തിലെ ബംഗാളി ഭാഷയിൽ കൃത്തിവാസ ഓജ രചിച്ച രാമായണമാണ് കൃത്തിവാസ രാമായണം. അപ്പോൾ നിങ്ങൾ ഈ 11-ാം ശതകം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒന്നും നോക്കി വെക്കണം. നമ്മുടെ കേരളത്തിലെ മാത്രം നോക്കി വെച്ചാൽ തമിഴ്നാട്ടിൽ ഒന്ന് നോക്കി വെച്ചു. വേറെ ഒന്നും നിങ്ങൾ ഈ ശതകവും കാര്യങ്ങളൊന്നും നിങ്ങൾ ഏത് നൂറ്റാണ്ടാണെന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താ, കൃത്തിവാസ രാമായണത്തിന് ഉള്ള വേറൊരു പേരാണ് എന്ത്, ശ്രീരാമ പാഞ്ചാലി. ശ്രീരാമ പാഞ്ചാലി എന്നൊരു പേരും അതിനുണ്ട്. അതുപോലെ തന്നെ AD 12-ാം ശതകത്തിലെ ഹിന്ദിയിൽ ഗോസ്വാമി തുളസീദാസൻ രചിച്ച രാമായണം എന്ത്, രാമചരിത മാനസ്. രാമചരിത മാനസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, തുളസീദാസൻ രചിച്ചതാണ് എന്ന കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ മലയാളത്തിലുള്ള ഇപ്പം ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റവും ആദ്യ രാമകഥാ സംഗ്രഹം എന്നൊക്കെ പറയുന്നത് കുലശേഖര ആഴ്വാരുടെ പെരുമാൾ തിരുമൊഴിയാണ് കേട്ടോ. പെരുമാൾ തിരുമൊഴിയാണ് അറിയപ്പെട്ടിടത്തോളം മലയാളത്തിലുണ്ടായ ആദ്യ രാമകഥാ സംഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത്. അത് എന്താണ്, പെരുമാൾ തിരുമൊഴിയാണ്. ആരാണ് എഴുതി വെച്ചാൽ കുലശേഖര ആഴ്വാരാണ്. അതുപോലെ തന്നെ AD 12-ാം ശതകത്തിൽ 13 അല്ല 12 കേട്ടോ. AD 12-ാം ശതകത്തിൽ ചീരാമൻ രചിച്ച രാമചരിതമാണ് മലയാളത്തിലെ ആദ്യ രാമായണം എന്നൊരു കാര്യം കൂടെ ഓർക്കാം. അതുപോലെ തന്നെ വാൽമീകി രാമായണം വിവർത്തനം ചെയ്ത് ആരാണ്, മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്ത് ആരെന്ന് വെച്ചാൽ മഹാകവി വള്ളത്തോളാണ് കേട്ടോ. അപ്പം സമ്പൂർണ്ണമായ വൃത്താനുവൃത്തമായി എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. വാൽമീകി രാമായണം മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് മഹാകവി വള്ളത്തോളാണ് എന്നൊരു കാര്യം നിങ്ങൾ അറിയുക. അതുപോലെ തന്നെ ദ്രാവിഡ വൃത്തത്തിൽ കോട്ടയം കേരളവർമ്മ രചിച്ച ഒരു കൃതിയുണ്ട്. എന്താണ്, കേരളവർമ്മ രാമായണം. കേരളവർമ്മ രാമായണം ദ്രാവിഡ വൃത്തത്തിലാണ്. അത് കോട്ടയം കേരളവർമ്മ രചിച്ചതാണ് ഈ പറഞ്ഞ കേരളവർമ്മ രാമായണം എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1916 കുമാരനാശാൻ കുട്ടികൾക്ക് രചിച്ച രാമായണമാണ് ഇത് ബാലരാമായണം. നമ്മൾ കുമാരനാശാന്റെ കാര്യം അല്ലെ, നവോത്ഥാന നായകർ ഭാഗം 2 പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. അത് ഏതാണ്, ബാലരാമായണം കുമാരനാശൻ രചിച്ചതാണെന്ന് 1916 രചിച്ചതെന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച മറ്റൊരു കൃതിയാണ് അല്ലെ, കുട്ടികൾക്ക് വേണ്ടി രചിച്ചതാണ് പുഷ്പവാടി. ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ രാമായണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വിട്ടുപോകാത്ത പേരാണ് അല്ലെ, രാമപ്പണിക്കർ. നിരണത്ത് രാമപ്പണിക്കർ എന്നൊരു പേര് നമുക്ക് അധികം വിട്ടുപോകാത്ത അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലോട്ട് വരുന്നൊരു പേര് തന്നെയാണ്. അപ്പോൾ എന്താ, മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ രാമായണം രചിച്ചതാണ് ഈ പറയുന്ന നിരണത്ത് രാമപ്പണിക്കർ കേട്ടോ. നിരണത്ത് രാമപ്പണിക്കർ ഈ പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം രചിച്ചതാണ്. അതുപോലെ തന്നെ കാച്ചിക്കുറുക്കിയ രാമായണം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആരാന്ന് വെച്ചാലാണ് പുതുശ്ശേരി രാമചന്ദ്രനാണ്. പുതുശ്ശേരി രാമചന്ദ്രനാണ് ഇതിനെ കാച്ചിക്കുറുക്കിയ രാമായണം എന്നും ഒക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രാമനാട്ടം എന്ന ദൃശ്യകലയ്ക്ക് വേണ്ടി കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ദൃശ്യകാവ്യമാണ് രാമായണം ആട്ടക്കഥ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്, ഞാനെടുത്ത ഫസ്റ്റ് ക്ലാസ് തന്നെ കൃഷ്ണാട്ടം രാമനാട്ടം ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ക്ലാസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആട്ടക്കഥ പ്രസ്ഥാനത്തിലെ പ്രഥമ കൃതി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന രാമായണം ആട്ടക്കഥ. എഴുതരച്ചാരാണ് കൊട്ടാരക്കര തമ്പുരാൻ. നിങ്ങൾ അന്നേ പഠിച്ച കാര്യമാണ്, നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ റിവിഷൻ നിങ്ങൾ ഓർമ്മയില്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ PDF ഉണ്ട്, ഏതർ നിങ്ങൾ PDF വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് അത് 2x കേട്ടാൽ മതി. നിങ്ങളല്ലാതെ പയ്യിരുന്ന ക്ലാസ് കേൾക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ 2x കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. ഇനിയാണെങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ സമയം കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ 2x നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാവും.
അതുപോലെ തന്നെ ഈ കൃതി രാമായണ മാട്ടക്കഥ രചിച്ചത് 16-ാം ശതകത്തിലാണ്. അതുപോലെ തന്നെ കോട്ടയം കേരളവർമ്മയുടെ വാൽമീകി രാമായണ പരിഭാഷയായ കേരളവർമ്മ രാമായണം അത് AD 17-ാം ശതകത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാഷാരാമായണം രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആണ് കേട്ടോ. ഭാഷാരാമായണം രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. പക്ഷേ ഇത്രയൊന്നും കാര്യങ്ങളിലോട്ട് ഡെപ്തിലോട്ട് പോകത്തില്ല. പക്ഷേ ഒരു ക്ലാസ് ആകുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെയായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ 7736 ഈരടികളാണുള്ളത്. 7736 ഈരടികളാണുള്ളത്. അതുപോലെ വാൽമീകി രാമായണം എടുത്തു കഴിഞ്ഞാൽ 24,000 ശ്ലോകങ്ങളുമാണ് അതിലുള്ളത് കേട്ടോ. വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുമാണ് ഉള്ളത്. അപ്പം അധ്യാത്മിക രാമായണം ആരാണ് എഴുതിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. എഴുത്തച്ഛനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കൂടാതെ അദ്ദേഹം എഴുതിയ മറ്റ് കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട്, അതുപോലെ തന്നെ ഹരിനാമ കീർത്തനം എന്നിവയൊക്കെ ആദ്യമാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ തന്നെയാണ്. ഇനി അധ്യാത്മരാമായണത്തിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അതിനകത്തെ ഭാഗങ്ങളെ കാണ്ഡങ്ങൾ എന്നാണ് പറഞ്ഞു തിരിച്ചിട്ടുള്ളത്. 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. അപ്പോൾ അതിൽ തുടങ്ങുന്ന ഏതാണ്? ബാലകാന്ഡം. അതിനുശേഷം എന്ത് വരും? അയോധ്യാകാന്ഡം വരും. പിന്നെ എന്ത് വരും? ആരണ്യകാന്ഡം വരും. കിഷ്കിന്ധാകാന്ഡം വരും. പിന്നെന്താ? സുന്ദരകാന്ഡം വരും. യുദ്ധകാന്ഡം വരും. ഉത്തരകാന്ഡം കേട്ടോ. എന്നിങ്ങനെയാണ് കാണ്ഡങ്ങളുടെ വിഭജനമായിട്ട് വരുന്നത്. അപ്പം അധ്യാത്മരാമായണത്തിലെ കാണ്ഡങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? ബാലകാന്ഡം, പിന്നെന്താ? അയോധ്യാകാന്ഡം, പിന്നെ ആരണ്യകാന്ഡം, പിന്നെന്താ? കിഷ്കിന്ധാകാന്ഡം, പിന്നെ വരുന്ന എന്താ? സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. അപ്പൊ ഇങ്ങനെ 7 കാണ്ഡങ്ങളാണ് വരുന്നത്. അപ്പൊ 7 കാണ്ഡങ്ങളാണ് വരുന്നത്. അതുപോലെ ഓരോ കാണ്ഡങ്ങളും നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. അത് വളരെ ഉപകാരപ്പെടും. അപ്പൊ പിന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡം, ഇതിന്റെ വൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതാണ്? ബാലകാന്ഡം, ആരണ്യകാന്ഡം, ഉത്തരകാന്ഡം എന്നിവ വരുന്നത് കേകവൃത്തത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ അയോധ്യാകാന്ഡം, യുദ്ധകാന്ഡം എന്നിവ വരുന്നത് കാകളി വൃത്തത്തിലാണ്. അതുപോലെ സുന്ദരകാന്ഡം വരുന്നത് കളകാഞ്ചി വൃത്തത്തിലാണ് കേട്ടോ. ഈ വൃത്തങ്ങളും നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ അധ്യാത്മരാമായണത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ്? പരമേശ്വരൻ പാർവതി ദേവിക്ക് ശ്രീരാമകഥ ഉപദേശിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർമ്മയിലുണ്ടാവണം. പിന്നെ വസിഷ്ഠന്റെ പത്നി, ഇപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഓരോ കാണ്ഡങ്ങൾ തിരിച്ച് നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ അരുന്ധതി എന്നത് വസിഷ്ഠന്റെ പത്നിയാണ് എന്നൊരു കാര്യം ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ അരുണൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ തേരാളിയാണെന്നൊരു കാര്യം ഓർമ്മ വെക്കുക. അതുപോലെ തന്നെ കോദണ്ഡം എന്നത് ശ്രീരാമന്റെ വില്ലിന്റെ പേരാണ് കോദണ്ഡം എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി ബാലകാന്ഡത്തിലോട്ട് വരുമ്പം, ഇപ്പോൾ ബാലകാന്ഡത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് വൃത്തത്തിലാണ് രചിച്ചതെന്ന് പറഞ്ഞാൽ അത് കേകവൃത്തത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ ശ്രീരാമൻ്റെ കഥ ആരംഭിക്കുകയാണ്. അപ്പം ശ്രീരാമൻ്റെ കാര്യം പറയുമ്പം നമുക്ക് ആ ഒരു ജന്മം, ഇതൊരു അവതാരമാണ് അല്ലേ. അപ്പം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് ഈ പറയുന്ന ശ്രീരാമൻ എന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അവതാരങ്ങൾ വരുന്നത്? 10 അവതാരങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, പിന്നെ അതുപോലെ നരസിംഹം വരുന്നുണ്ട്, വാമനൻ വരുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് വരുന്നത്? പരശുരാമൻ വരുന്നുണ്ട്. ഇതിനുശേഷമാണ് ശ്രീരാമൻ വരുന്നത്. അതിനുശേഷം ബലരാമൻ വരും, പിന്നെ ശ്രീകൃഷ്ണൻ വരും, പിന്നെ കൽകി. ഇങ്ങനെ 10 അവതാരങ്ങളാണ് ഭഗവാന്റെ അവതാരങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഇവരുടെ ബാല്യകാലം പ്രതിപാദിച്ചിട്ടിരിക്കുന്ന, അതായത് ശ്രീരാമന്റെ ബാല്യകാലം പ്രതിപാദിച്ചിട്ടുള്ള കാണ്ഡം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ബാലകാണ്ഡമാണ് കേട്ടോ. ബാലകാണ്ഡത്തിലാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. ബാല്യകാലമാണ് ബാലകാണ്ഡത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പം ഈ അവതാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽകി. അപ്പോൾ ഈ പേരുകളും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എന്താ? ശ്രീരാമന്റെ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അയോധ്യയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ജനിച്ച വംശം എന്ന് പറഞ്ഞാൽ രഘുവംശമാണ്. ഇപ്പോൾ രഘുവംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് ശ്രീരാമനെ എന്തെന്നും കൂടെ വിളിക്കുന്നത്, രാഘവൻ എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ അയോധ്യയുടെ മറ്റൊരു പേരാണ് കോസലം എന്നത്. അയോധ്യയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ശ്രീരാമന്റെ പിതാവിന്റെ പേരാണ് ദശരഥൻ. 10 ദിക്കിലോട്ടും എന്ന തേര് തെളിക്കാൻ കഴിവുള്ളത് അല്ലെ. ദശം എന്ന് വെച്ചാൽ 10 ദിക്കിലോട്ടും രഥം തെളിക്കാൻ കഴിവുള്ളത് കൊണ്ട് എന്തെന്ന് പറഞ്ഞു ദശരഥൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ കൗസല്യ, സുമിത, കൈകേയി എന്നിവരാണ് ദശരഥന്റെ പത്നിമാരായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അയോധ്യയുടെ കുലഗുരുവാണ് വസിഷ്ഠൻ. നമ്മൾ നേരത്തെ വസിഷ്ഠന്റെ പത്നിയുടെ പേര് പറഞ്ഞിരുന്നു. അരുന്ധതി എന്നതാണ് വസിഷ്ഠന്റെ പത്നിയുടെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ദശരഥൻ പുത്രന്മാരുണ്ടാകാൻ നടത്തിയ യാഗമാണ് പുത്രകാമോഷ്ടിയാഗം കേട്ടോ. പുത്രകാമോഷ്ടിയാഗം ദശരഥൻ പുത്രന്മാരുണ്ടാകാൻ നടത്തിയ യാഗമാണ്. അപ്പം അങ്ങനെ പുത്രന്മാരുണ്ടാകാണ്. 4 പുത്രന്മാരുണ്ടായി. ആരൊക്കെയാണ്? ഒന്ന് ശ്രീരാമൻ, പിന്നെ ആരാ? ലക്ഷ്മണൻ, പിന്നെ ഭരതൻ,
അതുപോലെ തന്നെ ശത്രുഘ്നൻ, ഇങ്ങനെ 4 പേരാണ് പിന്നീട് പുത്രന്മാരായിട്ടുണ്ടായത്. അപ്പം നമ്മൾ കർക്കിടക മാസത്തിലാണ് ഇവരുടെ ജന്മവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു പുണ്യ ദർശനം ഉണ്ടല്ലേ, എന്താ നാലമ്പല ദർശനം എന്ന് പറയും. ഇപ്പൊ എൻ്റെ നാട് കോട്ടയത്താണ്, അവിടെ രാമപുരത്താണ് നാലമ്പല ദർശനം ഉള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ തന്നെ ഈ പറഞ്ഞ നാലമ്പല ദർശനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇപ്പൊ ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ച മാസം ഏതാണെന്ന് വെച്ചാൽ കർക്കിടക മാസമാണ് കേട്ടോ, കർക്കിടക മാസമാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ ജനിച്ച നാള് പുണർദമാണ് ശ്രീരാമൻ ജനിച്ച നാള്. ഭരതൻ ജനിച്ച നാളുടെ പേരാണ് എന്ത്, പൂയം. അതുപോലെ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ച നാളാണ് ആയില്യം എന്ന നാള്. അതുപോലെ തന്നെ വസിഷ്ഠമുനിയുടെ പിതാവാണ് ബ്രഹ്മാവ്. രഘുവംശമാണ് ശ്രീരാമന്റെ കുലം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രാഘവൻ എന്ന് വിളിക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം രഘുകുലത്തിൽ പിറന്നതുകൊണ്ടാണ് ശ്രീരാമനെ രാഘവൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു പേരാണ് കൗശികൻ. അതുപോലെ 10 ദിക്കിലേക്കും രഥം തെളിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ശ്രീരാമന്റെ പിതാവിനെ എന്തെന്ന് പറയുന്നത്, ദശരഥൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ദശരഥന്റെയും കൗസല്യയുടെയും മുജ്ജന്മത്തിലെ പേരുകളാണ് എന്ത്, കശ്യപ് പ്രജാപതി. ദശരഥന്റെ പേരാണ്, മുജ്ജന്മത്തിലെ പേരാണ് കശ്യപ് പ്രജാപതി. കൗസല്യയുടെ മുജ്ജന്മത്തിലെ പേരാണ് അദിതി. അതോടൊപ്പം തന്നെ ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാൻ വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത അതാണ് എന്ത്, അതിബല എന്ന വിദ്യകൾ കേട്ടോ. അതിബല എന്ന വിദ്യകൾ ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാൻ വിശ്വാമിത്ര മുനി ആർക്ക് ഉപദേശിച്ചു കൊടുത്തു, രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ പറഞ്ഞ അതിബല എന്നതൊക്കെ കേട്ടോ. അതുപോലെ അഹല്യയുടെ ഭർത്താവാണ് ആര്, ഗൗതമ മഹർഷി. അതുപോലെ സീതാസ്വയംവരത്തിനായി ശ്രീരാമൻ മുറിച്ച വില്ലിന്റെ പേരാണ് ത്രയംബകം. സീതാസ്വയംവരത്തിനായിട്ട് ശ്രീരാമൻ മുറിച്ച വില്ലാണ് എന്ത്, ത്രയംബകം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ശ്രീരാമന്റെ വില്ലിന്റെ പേര് പറഞ്ഞിരുന്നു, എന്താണ്, കോദണ്ഡം കേട്ടോ, കോദണ്ഡം. അതുപോലെ തന്നെ ഈ ത്രയംബകത്തിന്റെ പ്രത്യേകത എന്താ, ശിവൻ ദേവകൾക്ക് കൊടുക്കുകയും അത് പിന്നീട് അവർ ജനക മഹാരാജാവിന് കൊടുത്തതുമാണ് ഈ പറയുന്ന വില്ല്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ പത്നിമാരുടെ പേരും കൂടെ നോക്കാം. ഇപ്പൊ ശ്രീരാമന്റെ പത്നിയുടെ പേരാണ് എന്ത്, സീത. ഭരതന്റെ പത്നിയുടെ പേരാണ് എന്ത്, ശ്രുതികീർത്തി. പിന്നെ ലക്ഷ്മണന്റെ പത്നിയുടെ പേരാണ് ഊർമിള. അതുപോലെ ശത്രുഘ്നന്റെ പത്നിയുടെ പേരാണ് മാണ്ഡവി കേട്ടോ. അപ്പൊ ഗോവയിലെ ഒരു നദിയാണല്ലേ മാണ്ഡവി നദി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ശത്രുഘ്നന്റെ പത്നിയുടെ പേരാണ് ഈ പറഞ്ഞ മാണ്ഡവി. അതുപോലെ തന്നെ പരശുരാമന്റെ പിതാവിന്റെ പേരാണ് എന്ത്, ജമദ്ഗിനി മഹർഷി എന്നത് കേട്ടോ. ജമദ്ഗിനി മഹർഷി എന്നത് ഈ പരശുരാമന്റെ പിതാവിന്റെ പേരാണ്. അതിന് മാതാവിന്റെ പേര് രേണുക എന്നുമാണ്. അപ്പോൾ ബാലകാന്ഡം ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താ, അയോധ്യാകാന്ഡമാണ് കേട്ടോ. അയോധ്യാകാന്ഡമാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം അയോധ്യാകാന്ഡം ഏത് വൃത്തത്തിലാണെന്ന് വെച്ചാൽ ഏതാണ്, കാകളി വൃത്തത്തിലാണ് ഈ പറയുന്ന അയോധ്യാകാന്ഡം രചിച്ചിരിക്കുന്നത്. ഇപ്പൊ ശ്രീരാമാഭിഷേകം മുടക്കിയ സ്ത്രീയുടെ പേരാണ് എന്ത്, മന്ധര എന്നതാണ് ശ്രീരാമാഭിഷേകം മുടക്കിയ സ്ത്രീയുടെ പേര്. അതുപോലെ തന്നെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമൻ വനവാസത്തിന് പേര് എത്ര കാലമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 14 വർഷമാണ്. അങ്ങനെ വനവാസത്തിന് ശ്രീരാമൻ പോകുന്നു. ഇദ്ദേഹത്തെ അനുഗമിച്ച സഹോദരനാണ് ആര്, ലക്ഷ്മണൻ കേട്ടോ. വനവാസത്തിന് പോയ ശ്രീരാമനെ അനുഗമിച്ച സഹോദരന്റെ പേരാണ് ലക്ഷ്മണൻ. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാട്ടാളൻ ഉണ്ടല്ലേ. അപ്പം പുള്ളിയുടെ എന്താണ് പേരെന്നത്, രത്നാകരൻ എന്നത്. പുള്ളി പിന്നീട് എന്ത് ചെയ്തു, ആ മരം ഈ മരം എന്നൊക്കെ ജപിച്ച് രാമരാമ എന്ന് ജപിച്ച് പുള്ളിക്ക് പിന്നെ തപമൊക്കെ കിട്ടുവാണ്, അല്ലെങ്കിൽ തപശക്തിയൊക്കെ കിട്ടുവാണ്. അപ്പൊ അങ്ങനെ പുള്ളി മഹർഷിയായി മാറിയപ്പം സ്വീകരിച്ച പേരാണ് എന്ത്, വാൽമീകി കേട്ടോ. വാൽമീകി മഹർഷി എന്നാണ് അങ്ങനെ കിട്ടിയ പേര്. പിന്നെ വാൽമീകി മഹർഷിയാണ് എന്ത് ചെയ്തത്, രാമായണം രചിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ശൃംഗിവേരം എന്ന പുരത്ത രാജാവാണ് ഗുഹൻ എന്നത് കേട്ടോ. ഗുഹൻ എന്നത് ആരെന്ന് വെച്ചാൽ ആരാണ്, ശൃംഗിവേരം എന്ന പുരത്ത രാജാവാണ് ഈ പറഞ്ഞ ഗുഹൻ. അപ്പം അയോധ്യാകാന്ഡം കഴിഞ്ഞു. ഇനി നമ്മൾ ഏതിലോട്ട് പോവാണ്, ആരണ്യകാന്ഡത്തിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ആരണ്യകാന്ഡം ഏത് വൃത്തത്തിലാണ് നമുക്കറിയാം അല്ലെ, കേകവൃത്തത്തിലാണ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ എന്താ, രാമായണത്തിൽ പ്രതിപാദിക്കുന്ന 2 പക്ഷികളാണ് ജടായുവും സമ്പാദിയും. ഇപ്പൊ ജടായുപ്പാറ ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, കൊല്ലത്താണ് അല്ലെ, ചടയമംഗലം ഒക്കെ വരും. ഓക്കെ, അപ്പം ജടായുവും സമ്പാദിയുമാണ് ഈ പറഞ്ഞ ആരണ്യകാന്ഡത്തിൽ അല്ലെങ്കിൽ രാമായണത്തിൽ പ്രതിപാദിക്കുന്നത്. രാമായണത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന 2 പക്ഷികളാണ് ഈ പറഞ്ഞ ജടായുവും സമ്പാദിയും. അങ്ങനെ ഈ ജടായുവിന്റെ ചിറകുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. ആരാണ് അരിഞ്ഞു വീഴ്ത്തുന്നത്, രാവണനാണ് അരിഞ്ഞു വീഴ്ത്തുന്നത്. രാവണന്റെ വാളിന്റെ പേരാണ് എന്ത്, ചന്ദ്രഹാസം. അത് രാവണന്റെ പെങ്ങളാണ് ആര്, ശൂർപ്പണഖ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖ. അപ്പൊ ശൂർപ്പണഖയുടെ മൂക്കും മുലകളും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയ ആരാണ്, ലക്ഷ്മണനാണ് കേട്ടോ. ലക്ഷ്മണനാണ് ശൂർപ്പണഖയുടെ മൂക്കും മുലകളും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയത്. അതുപോലെ തന്നെ സീതാദേവിയുടെ മുന്നിൽ മനോഹരമായ മാനായി വേഷം മാറി വന്ന രാക്ഷസനാണ് ആര്, മാരീചൻ. നമ്മൾ കേട്ടിട്ടുള്ള പേരൊക്കെയാണ്. അതുപോലെ തന്നെ രാവണന്റെ പ്രശസ്തമായ വാള് നമ്മൾ പറഞ്ഞു അല്ലെ, ചന്ദ്രഹാസം എന്നതാണ് രാവണന്റെ വാളിന്റെ
പേര്. അതുപോലെ ജടായുവിൻ്റെ ചിറകുകൾ ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ രാവണൻ എന്ത് ചെയ്യുന്നത്, അരിഞ്ഞ് വീഴ്ത്തുന്നത്. അപ്പോൾ ആരണ്യകാണ്ഡത്തിനകത്ത് വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഇവയൊക്കെയാണ്. അപ്പം നമുക്ക് കിഷ്കിന്ധകാണ്ഡത്തിലോട്ട് പോകാം കേട്ടോ. കിഷ്കിന്ധകാണ്ഡം അപ്പം ഇങ്ങനെയാണ്. ഇതല്ല, എന്നിട്ട് നിങ്ങൾക്ക് തിരുത്തിയത് PDF തരാം കേട്ടോ. ശരി. അപ്പം നമ്മൾ കിഷ്കിന്ധകാണ്ഡത്തിലോട്ട് വരുമ്പോൾ കിഷ്കിന്ധ എന്നത് ആരുടെ രാജ്യമാണ് അല്ലെ? ബാലി സുഗ്രീവന്മാരുടെ രാജ്യമാണ് അല്ലേ? അവരൊക്കെ വാനരന്മാരാണ്. അവരുടെ രാജ്യമാണ് ഈ പറഞ്ഞ കിഷ്കിന്ധ എന്ന് പറഞ്ഞ രാജ്യം വരുന്നത്. ഓക്കെ, അപ്പം ഈ പ്രദേശം വരുന്നത് ഋഷ്യശല എന്നൊക്കെ പറയുന്ന ഒരു പർവ്വതത്തിലാണ്, കർണാടകയിലാണ്. ഇന്ന് ഹംപിയുടെ അടുത്ത് അവിടെയൊക്കെ ആയിട്ട് വരുന്നതാണ്. നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പം ബാലി സുഗ്രീവന്മാരുടെ രാജ്യമാണ് ഈ പറഞ്ഞ കിഷ്കിന്ധ എന്ന രാജ്യം. അതുകൊണ്ട് ബാലിയുടെ പിതാവ് ദേവേന്ദ്രനും സുഗ്രീവന്റെ പിതാവ് ആരാ? സൂര്യദേവനും കേട്ടോ. സുഗ്രീവന്റെ പിതാവ് സൂര്യദേവനുണ്ട്. രണ്ടിലും സൂ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓർമ്മയിൽ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ സുഗ്രീവന്റെ മന്ത്രിയാണ് ആര്? ഹനുമാൻ കേട്ടോ. സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ. അതുപോലെ തന്നെ ബാലിയുടെ പത്നിയുടെ പേര് താര എന്നാണ്. അതുപോലെ സുഗ്രീവന്റെ പത്നിയുടെ പേര് രുമ എന്നുമാണ്. അതുകൊണ്ട് ബാലി ഗുഹയ്ക്കകത്ത് വെച്ച് വധിച്ച രാക്ഷസനാണ് ആര്? മായാവി. ഇപ്പൊ മായാവി ആരെന്ന് ചോദിച്ചാൽ ബാലിയുടെ മേലെ കഥാപാത്രമൊന്നുമല്ല. ആരാണ്? ബാലി ഗുഹയ്ക്കകത്ത് വെച്ച് വധിച്ച രാക്ഷസനാണ് മായാവി. അതുതന്നെ പോത്തിന്റെ രൂപത്തിൽ വന്ന് ബാലിയോട് യുദ്ധം ചെയ്ത് മരണത്തെ പുൽകിയ രാക്ഷസനാണ് ആര്? ദുന്ദുഭി കേട്ടോ. ദുന്ദുഭി എന്നത് പോത്തിന്റെ രൂപത്തിൽ വന്ന് ബാലിയോട് യുദ്ധം ചെയ്ത് മരണത്തെ പുൽകിയ രാക്ഷസനാണ്. അതുകൊണ്ട് തന്നെ ബാലികാറാമല എന്ന് പറയുന്നത് ഋഷ്യമുഖാചല പർവ്വതത്തിലാണ്. നമ്മൾ പറയുന്നതല്ല ബാലികാറാമല എന്നൊക്കെ പറയും. അതെവിടെയാ? ഋഷ്യമുഖാചല പർവ്വതത്തിലാണ്. അപ്പം ഋഷ്യജല പർവ്വതം എന്നും ഒക്കെ തന്നെ പറയാറുണ്ട്. കർണാടക ഹംപി ഭാഗത്താണ് ഈ പർവ്വതം ഉള്ളത്. അതുപോലെ തന്നെ ബാലിയുടെ മകനാണ് ആര്? അങ്കദൻ. അങ്കദൻ എന്നത് ആണ് ബാലിയുടെ മകന്റെ പേര്. അപ്പം കിഷ്കിന്ധകാണ്ഡം കഴിഞ്ഞു. പിന്നെ നമുക്ക് സുന്ദരകാണ്ഡം നോക്കാം. അപ്പോൾ സുന്ദരകാണ്ഡം രചിച്ചിരിക്കുന്നത് കളകാഞ്ചി വൃത്തത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ തന്നെ സീതാദേവിയെ കണ്ടെത്താനായി സമുദ്രം ചാടിക്കിടന്നത് ആരാ? ഹനുമാനാണ് അല്ലേ? ഹനുമാനാണ്. ഇപ്പൊ പണ്ട് ഏതൊരു ഡെലിവറി വണ്ടിയിലൊക്കെ ഒരു ഫോട്ടോ ഉണ്ട് അല്ലേ? ഹനുമാൻ ഇങ്ങനെ മലയും കൊണ്ട് പോകണമൊക്കെ. അപ്പോൾ ഈ ഹനുമാന്റെ വേഗത അതുപോലെ തന്നെ എഫിഷ്യൻസി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ആ ഒരു ക്വാളിറ്റിയിൽ ഇവർ ഡെലിവറി ചെയ്യും എന്ന് കാണിക്കുകയാണ്. ABT ഒന്നും അങ്ങനെ എന്തോ ആയിരുന്നു ഒരു പാർസൽ സർവീസിന്റെ പേരാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ഹനുമാൻ ചാടിക്കിടന്ന സമുദ്രഭാഗത്തിന്റെ വീതി എന്ന് പറയുന്നത് 100 യോജനയാണ് കേട്ടോ. ഹനുമാൻ ചാടിക്കിടന്ന സമുദ്രഭാഗത്തിന്റെ വീതി എന്ന് പറയുന്നത് 100 യോജനയാണ്. അതുപോലെ സമുദ്രഖന മധ്യേ ഹനുമാനെ വിഴിഞ്ഞ നാഗമാതാവാണ് സുരസ. സുരസ എന്ന് പറഞ്ഞാൽ ഹനുമാനെ വിഴിഞ്ഞ നാഗമാതാവാണ്. അതുപോലെ തന്നെ സമുദ്രഖന മധ്യേ ഹനുമാന്റെ നിഴലിനെ പിടിച്ചു നിർത്തിയ രാക്ഷസി ഏതെന്ന് വെച്ചാൽ സിംഹികയാണ്. സിംഹികയാണ് ഹനുമാന്റെ നിഴലിനെ പിടിച്ചു നിർത്തിയ രാക്ഷസി. അതുപോലെ തന്നെ ഹനുമാൻ വധിച്ച രാവണപുത്രനാണ് ആര്? രാവണന്മാരാണ് ആര്? അക്ഷയകുമാരൻ. രാവണൻ ആരാ? ലങ്കാരാജ്യത്തെ രാജാവാണ്. അപ്പൊ പെങ്ങളാരാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ശൂർപ്പണഖയാണ് പെങ്ങള്. കുംഭകർണൻ എന്നൊക്കെ പറഞ്ഞ ആരാണ്? ഈ രാവണന്റെ സഹോദരനാണ് കേട്ടോ. കുംഭകർണൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുന്നുണ്ട്. ശരി. അപ്പൊ ഇനി യുദ്ധകാണ്ഡത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? രാവണൻ ആരാന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ലങ്കയുടെ രാജാവായിരുന്നു രാവണൻ. അതുപോലെ തന്നെ രാവണന്റെ പിതാവിന്റെ പേരാണ് എന്ത്? പുലസ്ത്യൻ. അമ്മ കൈകസി കേട്ടോ. അമ്മയുടെ പേര് കൈകസി. അച്ഛന്റെ പേരാണ് എന്ത്? പുലസ്ത്യൻ. അതുപോലെ തന്നെ കുംഭകർണൻ, വിഭീഷണൻ ഇവരൊക്കെ രാവണന്റെ സഹോദരന്മാരാണ്. അതുപോലെ തന്നെ ദേവേന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് അല്ലെ? ദേവേന്ദ്രനെ തോൽപ്പിച്ച ഒരു ക്യാരക്ടറാണ് ആരെ? ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ആരാന്ന് ചോദിച്ചാലാണ്? രാവണന്റെ പുത്രനാണ് ഈ പറഞ്ഞ ഇന്ദ്രജിത്ത്. നേരത്തെ വധിക്കപ്പെട്ട ആരാണെന്ന് വെച്ചാൽ അക്ഷയകുമാരൻ, അതും രാവണന്റെ പുത്രൻ തന്നെയാണ്. ഇത് ഇന്ദ്രജിത്താണ്. ദേവേന്ദ്രനെ തോൽപ്പിച്ച ആളാണ്, അതും രാവണന്റെ പുത്രനാണ്. അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെ വേറൊരു പേരാണ് മേഘനാഥൻ. മേഘനാഥൻ എന്നത് ഇന്ദ്രജിത്തിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ലങ്കാരാജ്യം നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാലാണ്? മയനാണ് ലങ്കാരാജ്യം നിർമ്മിച്ചത്. അതുപോലെ തന്നെ രാമസൈന്യത്തിന്റെ സൈന്യാധിപൻ ആരെന്ന് വെച്ചാലാണ്? നീലനാണ് കേട്ടോ. നീലനാണ് രാമസൈന്യത്തിന്റെ സൈന്യാധിപനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ രാമസേതു നിർമ്മിച്ച ആരാണ്? നളനാണ് രാമസേതു നിർമ്മിച്ചത്. ഇനി മഹാഭാരതത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വേറൊരു നളനെ കാണുന്നുണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അതുപോലെ തന്നെ ഈ നളൻ, രാമായണത്തിൽ പറഞ്ഞ നളൻ ആരാണ്? വിശ്വകർമാവിന്റെ പുത്രനാണ് കേട്ടോ. വിശ്വകർമാവിന്റെ പുത്രനാണ് ഈ പറയുന്ന നളൻ. അതുപോലെ തന്നെ രാമസേതുവിന്റെ നീളം എന്ന് പറയുന്നത് 100 യോജനയും അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 10 യോജനയാണ്. രാമസേതുവിന്റെ നീളം 100 യോജന, വീതി 10 യോജന. ഇപ്പോൾ ഒരു യോജന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 to 16 കിലോമീറ്റർ ഒക്കെയാണ് വരുന്നത്. ഒരു ഏകദേശം. ഇത് പഴയ കണക്കാണ്, അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കണക്കല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഏകദേശം ഇതിൻ്റെ ഇടയ്ക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രാമസേതു നിർമ്മിച്ചത് 5 ദിവസം കൊണ്ടാണ്. രാമസേതു നിർമ്മിക്കുന്നത് 5 ദിവസം കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താ, ഈ രാമായണം എഴുതുന്നത് ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ത്രേതായുഗത്തിലാണ് രാമായണം എഴുതുന്നത് കേട്ടോ. രാമായണം എഴുതുന്നത് ത്രേതായുഗത്തിലാണ്.
ഇനി മഹാഭാരതം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. മഹാഭാരതം എഴുതുന്നത് ഏത് യുഗത്തിലാണ് ചേർന്നത്? ദ്വാപര യുഗത്തിലാണ്. ദ്വാപര യുഗത്തിലാണ് മഹാഭാരതം എഴുതുന്നത് കേട്ടോ. ത്രേതായുഗത്തിൽ രാമായണം, അതുപോലെ തന്നെ ദ്വാപര യുഗത്തിലെ മഹാഭാരതം. ഓക്കെ, ഇപ്പം ഈ കാര്യം കൂടെ, ആ ഒരു വ്യത്യാസം കൂടെ നിങ്ങൾ അതിനകത്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് വേറെ ചില കാര്യങ്ങൾ രാമായണത്തെ സംബന്ധിച്ച് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് ദിവ്യ ഔഷധങ്ങൾ ഏതൊക്കെയാണ് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ദിവ്യ ഔഷധങ്ങൾ നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? വിശല്യകരണി, അതുപോലെ എന്താ സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവിനി എന്നിവയൊക്കെയാണ് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ദിവ്യ ഔഷധങ്ങൾ. അപ്പോൾ വിശല്യകരണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വ്രണങ്ങളെ ഉണക്കുന്നതാണ് ഈ പറഞ്ഞ വിശല്യകരണി. അതുപോലെ സന്താനകരണി എന്ന് പറയുമ്പോൾ അത് മുറിഞ്ഞ അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് സന്താനകരണി കേട്ടോ. അതുപോലെ തന്നെ സുവർണകരണി എന്നാൽ വടുക്കള ഇല്ലാതാക്കി ദേഹകാന്തി വരുത്തുന്നതാണ്. വടുക്കള ഇല്ലാതാക്കി ദേഹകാന്തി വരുത്തുന്നതാണ് ഈ പറഞ്ഞ സുവർണകരണി. അതുപോലെ മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മൃതസഞ്ജീവിനി. അതുപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ കൊണ്ടുവരുന്ന ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഹനുമാനാണ് കേട്ടോ. ഹനുമാനാണ് ഈ മരുന്നുകളൊക്കെ കൊണ്ടുവരുന്നത്. രാമസൈനികരുടെ പ്രാണരക്ഷാർത്ഥം ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്ന ആരെന്ന് വെച്ചാൽ ആരാണ്? ഹനുമാനാണ്. കാരണം ഹനുമാനാണ് ഇത്രയും വേഗതയിൽ ഇത് എവിടെയാണോ അവിടെ ചെന്നിട്ട് ഇത് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും അടുത്ത ഡെലിവറി ബോയ് ആരെന്ന് വെച്ചാൽ ആരാണ്? ഹനുമാനാണ്. അങ്ങനെ ചോദിക്കില്ല, ഞാൻ ചുമ്മാ അതിനിടയ്ക്ക് ഒരു ചളിയായിട്ട് പറഞ്ഞതാണ്. ശരി. അതുപോലെ തന്നെ വാൽമീകി രാമായണത്തിൽ ദിവ്യ ഔഷധങ്ങൾ അത് ഓരോ രാമായണത്തിലും ഓരോ ലൊക്കേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ വാൽമീകി രാമായണത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ദിവ്യ ഔഷധങ്ങൾ കൈലാസ പർവ്വതത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്നാൽ അധ്യാത്മരാമായണത്തിൽ എടുക്കുമ്പോൾ അത് ക്ഷീരസമുദ്രത്തിലുള്ള ദ്രോണപർവ്വതത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിളിപ്പാട്ടിൽ എടുക്കുമ്പോഴത്തേക്ക് അവിടെയും എന്താ പറഞ്ഞത്? ദിവ്യ ഔഷധങ്ങൾ കൈലാസ പർവ്വതത്തിലാണ്, അതിൻ്റെ ഋഷഭാദ്രിയിലാണെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കൊന്നുമില്ല. പിന്നെ അതുപോലെ നമുക്ക് പഞ്ചവാനരന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കി. ആരൊക്കെയാണ്? ഒന്ന് സുഗ്രീവൻ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. സുഗ്രീവൻ, ബാലി ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ എന്താ ഹനുമാൻ, പിന്നെ എന്താ ജാംബവാൻ, ജ്യോതിർമുഖൻ, വേഗദർശി. ഇവരാണ് പഞ്ചവാനരന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. ഇത്രയും ഈ 5 പേരാണ് കേട്ടോ. അതുപോലെ തന്നെ 14 ലോകങ്ങൾ നമ്മൾ പറയുമല്ലോ, 14 ലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഏതാ? സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സുരലോകം, നഭസ്ഥലം, മഹീതലം, അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്നിവയാണ്. സമയമുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോ, നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുമ്പം പറയാമല്ലോ. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ജ്ഞാനമുള്ളത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പഞ്ചഭൂതങ്ങളിലേക്ക് പോകാം. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. ആകാശം, അതുപോലെ അഗ്നി, ഭൂമി, വായു, ജലം എന്നിവയാണ് പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം എന്നിവയാണ് ഈ പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ചിരഞ്ജീവികൾ, മരണമില്ലാത്തവർ ആരൊക്കെയാണ്? അശ്വത്ഥാമാവ്, അതുപോലെ എന്താ മഹാബലി, വേദവ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, അതുപോലെ പരശുരാമൻ എന്നിവരാണ് ചിരഞ്ജീവികളുടെ ഗണത്തിൽ പെടുന്നവർ. അപ്പോൾ നമുക്ക് ഭാരതീയ തത്വചിന്ത എന്നൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഭാരതീയ തത്വചിന്ത എന്താണ്? വേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ആസ്തിക, നാസ്തിക എന്നുള്ള രീതിയിലൊക്കെ. അതായത് വേദങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്നത് എന്താണോ അതവടി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ആശയം കടം കൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെയാണ് ആസ്തിക സ്കൂൾ എന്ന് പറയുന്നത്. ഇപ്പം നാസ്തിക എന്ന് പറഞ്ഞാൽ കുറച്ച് റെവല്യൂഷണറിയാണ്. അതായത് ഇതിനൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാണ് നാസ്തിക സ്കൂൾ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം ആസ്തിക എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? പുനർജന്മം, അല്ലെങ്കിൽ ഇത് ഋണ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ചിലരോടുള്ള കടമകളുണ്ട്. ഇപ്പം മാതാപിതാക്കളോടുള്ള കടമകൾ, ഗുരുക്കന്മാരോടുള്ള കടമകൾ, ഇതിലെല്ലാം തന്നെ വിശ്വസിച്ചും അതുപോലെ തന്നെ എന്താ ജന്മം, പുനർജന്മം, മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് പുനർജന്മം, അതിലൂടെ എന്താണ് പിന്നെ നമ്മൾ മോക്ഷത്തിലെത്തുകയാണ്. മോക്ഷത്തിലൂടെ ഈ ജീവിത മരണചക്രം അവസാനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതിലൂന്നി മുന്നോട്ട് പോകുന്ന ചില ചിന്തകളാണ് ഈ പറയുന്ന ആസ്തിക ഫിലോസഫി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ആസ്തിക തത്വചിന്ത എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്രയും ഡെപ്തിലേക്ക് നമുക്ക് പോകണ്ട. നമുക്കിതിനകത്ത് ആരാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. ഒന്ന് ഈ ഭാരതീയ തത്വചിന്തയുടെ വർഗീകരണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെങ്ങനെയാണ് തിരിക്കുന്നത്? ആസ്തിക ചിന്തകൾ, ആസ്തിക തത്വചിന്തകൾ, നാസ്തിക തത്വചിന്തകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ആസ്തിക തത്വചിന്തകൾ 6 എണ്ണമാണുള്ളത്. അപ്പോൾ ഇതിനെ ഓർത്തഡോക്സ് സ്കൂൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അതുപോലെ തന്നെ എന്താ നാസ്തിക തത്വചിന്തകൾ എന്താണ് പറഞ്ഞത്?
ഹെട്രോഡോക്സ് എന്നൊക്കെ പറയും, നമ്മൾ അത് അത്ര അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ആസ്തിക ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ, വേദങ്ങളെ അംഗീകരിക്കുന്നു, വേദങ്ങളെ, ആസ്തിക തത്വചിന്ത വേദങ്ങളെ അല്ലെങ്കിൽ വേദങ്ങളുടെ അധികാരം അംഗീകരിക്കുന്നു. അത് 6 എണ്ണമാണുള്ളത്. മറ്റത് പ്രധാനമായും 4 എണ്ണമാണ് നാസ്തിക ചിന്തകളുള്ളത്. ഇത് വേദങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധികാരത്തെ നിരാകരിക്കുന്ന ചിന്തകളാണ്. അപ്പോൾ നമുക്കിത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഷഡ് ദർശനങ്ങൾ, അത് ആസ്തിക ചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനൊന്നാണ് സാഖ്യ, അത് കപില മഹർഷിയാണ്. അതുപോലെ എന്താ യോഗ എന്നൊരു തത്വമുണ്ട്, അത് വരുന്നത് പതഞ്ജലിയാണ്. അതുപോലെ തന്നെ ന്യായ, അത് ഗൗതമ മുനിയാണ്. അതുപോലെ വൈശേഷിക കനാദ മഹർഷിയാണ്. അതുപോലെ പൂർവ്വമീമാംസ എന്നത് ജൈമിനി മഹർഷിയാണ്. അതുപോലെ തന്നെ ഉത്തരമീമാംസ എന്ന് വേദാന്തം എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ ശങ്കരാചാര്യ എന്നൊക്കെ പറഞ്ഞ പോലെ അതും നമുക്ക് കുറച്ച് തിരിവുകളുണ്ട്. അതും ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഈ ഒരു തോട്ട്സ് ലീഡ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ സംഖ്യയാണെങ്കിൽ കപില. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി, നമുക്ക് അതിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഉത്തരമീമാംസ അഥവാ വേദാന്തത്തിൻ്റെ ബാക്കി ഉപശാഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വേദാന്തത്തിൻ്റെ പ്രധാന ഉപശാഖകളായിട്ട് നമുക്ക് പറയാവുന്നത്, ഒന്ന് അദ്വൈതം. അദ്വൈത ചിന്ത ആരുടെയാണ്? ആദിശങ്കരൻ്റെയാണ്. അതുപോലെ തന്നെ വിശിഷ്ടാദ്വൈതം രാമാനുജൻ്റെയാണ്. ദ്വൈത ചിന്ത ആരുടെയെന്ന് വെച്ചാലാണ്? മാധ്വാചാര്യൻ്റെയാണ്. ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് അദ്വൈതം, അതുപോലെ തന്നെ ദ്വൈതമൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. അതുപോലെ എന്താ ദ്വൈതാദ്വൈതം എന്ന് പറഞ്ഞ വേറൊരു ചിന്തയുണ്ട്. ഇത് നിംബർഗയുടെയാണ്, നിംബർഗ മഹർഷിയുടേതാണ്. അതുപോലെ ശുദ്ധ അദ്വൈതം എന്ന് പറയുന്നത് വല്ലഭാചാര്യരുടെയാണ്. അതുപോലെ അചിന്ത്യ ഭേദാഭേദം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ പേരുകളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നാസ്തിക സ്കൂളുകൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞ ചർവാക തത്വചിന്ത, ബുദ്ധമത തത്വചിന്ത, ജൈന തത്വചിന്ത. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജന്മം ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതായത് ഈ പറഞ്ഞ പോലെ മോക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും അവർ വിശ്വസിക്കില്ല. അവർ വേറെ രീതിയിലുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതാണ് അതിൻ്റെ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ വ്യത്യാസത്തിലോട്ട് നമ്മൾ ഡെപ്തിൽ പോകേണ്ട ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ചർവാക തത്വചിന്ത ആരാണ്? ബൃഹസ്പതിയുടെയാണ്. അതുപോലെ ബുദ്ധമത തത്വചിന്ത എന്ന് പറഞ്ഞ ആരാണ്? സിദ്ധാർത്ഥ ഗൗതമൻ കേട്ടോ. സിദ്ധാർത്ഥ ഗൗതമനാണ്. അദ്ദേഹമാണ് പിന്നെ ബുദ്ധമതം സ്ഥാപിക്കും കാര്യങ്ങളെല്ലാം വന്നത്. അതുപോലെ ജൈന തത്വചിന്ത മഹാവീരൻ്റെയാണ് കേട്ടോ. മഹാവീരൻ്റെയാണ് ജൈന തത്വചിന്ത വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ തത്വചിന്ത ഭാഗത്ത് പുരാതന കാലങ്ങളിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആധുനിക കാലങ്ങളിലെ തത്വചിന്ത എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആധുനിക ഇന്ത്യൻ തത്വചിന്തയും അവരുടെ ചിന്താശാഖകളും നമുക്ക് നോക്കാം. പുരാണ കാലഘട്ടങ്ങളിലെ തത്വചിന്ത മാത്രമാണ് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആധുനികത ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ തത്വചിന്തകൾ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ആധുനിക ഭാഗത്തെയും കൂടെ എടുത്തതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് നോക്കാം. അപ്പം സ്വാമി വിവേകാനന്ദനാണ് എന്ത് നവവേദാന്തം അല്ലെങ്കിൽ പ്രായോഗിക വേദാന്തം, നിയോ വേദാന്തം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ സ്വാമി വിവേകാനന്ദനാണ് നവവേദാന്തം എന്ന തത്വചിന്ത അല്ലെങ്കിൽ പ്രായോഗിക വേദാന്തം എന്ന തത്വചിന്ത. അതുപോലെ തന്നെ ശ്രീ അരവിന്ദോടെയാണ് എന്ത് സമഗ്ര യോഗം എന്ന ആ ഒരു ചിന്താശാഖ അല്ലെങ്കിൽ ആ ഒരു ആശയം ആരംഭിച്ച ശ്രീ അരവിന്ദോടെയാണ്. മഹാത്മാഗാന്ധി അല്ലെ സർവോദയം, അതുപോലെ സത്യവും അഹിംസയും, സർവോദയം. അതുകൊണ്ടാണ് എന്ത് ഗ്രാമസ്വരാജൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത് അല്ലേ. ഗ്രാമത്തിൽ നിന്ന് അവരെ തന്നെയാണ് എല്ലാവരും, അവിടെ നിന്നാണ് ആളുകൾ ഉദ്ധരിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെയാണ് സർവോദയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സത്യം അഹിംസ ഒക്കെ അദ്ദേഹത്തിൻ്റെ സമരമാർഗങ്ങളായിരുന്നു. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് മാനവതാവാദം, അതുപോലെ എന്താ സർവമാനവത്വം, ഹ്യൂമാനിറ്റി. അത്രേ ഉള്ളൂ. ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തത്വചിന്തകളാണ്. അതുപോലെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അല്ലെ തത്വചിന്തകനായ പ്രസിഡന്റ് എന്നൊക്കെ പറയാവുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെയാണ് എന്ത് നവവേദാന്തം. പുള്ളിയുടെയും നവവേദാന്തം ഒരു ചിന്തയുണ്ട്. അതുപോലെ എന്താ ആദർശവാദം എന്നൊരു ചിന്തയുണ്ട്. പിന്നെ ജിദ്ദു കൃഷ്ണമൂർത്തി ആത്മബോധവും സ്വാതന്ത്ര്യം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുപോലെ എം.എൻ. റോയിയാണ് റാഡിക്കൽ ഹ്യൂമനിസം. അതുപോലെ ദയാനന്ദ സരസ്വതിയാണ് വേദപരിഷ്കരണ ചിന്ത. അതുപോലെ തന്നെ രമണ മഹർഷിയുടെയാണ് ആത്മവിചാരം. ഇതൊന്ന് നോക്കി വെച്ചോളൂ. രമണ മഹർഷിയെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഒന്ന് നോക്കി വെച്ചോ. സ്വാമി വിവേകാനന്ദ കൂടെ നിങ്ങളൊന്ന് നോക്കിക്കോ. പിന്നെ B.R. അംബേദ്കറിൻ്റെയാണ് നവയാന ബുദ്ധമതം സാമൂഹ്യ നീതി. ഇതും ഒന്ന് നോക്കിയോ. അംബേദ്കറിൻ്റെ ഒന്ന് നോക്കി വെച്ചു. ഓക്കെ. അപ്പം പുതിയ അല്ലെങ്കിൽ ആധുനിക തത്വചിന്തകൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ തത്വചിന്തകൾ എന്നൊരു ഭാഗം മാത്രമേ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഹാഭാരതം അതുപോലെ തന്നെ വേറെ 1-2 ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം. ലളിതാ സഹസ്രനാമം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഈ പറയുന്ന വാസ്തുവിദ്യയാണ്.
അപ്പോൾ അതോടെ നമ്മുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആവും. ഇനി ഒറ്റൊരു ക്ലാസ്സും കൂടി ഉള്ളൂ. അത് മോസ്റ്റ്ലി മൺഡേ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും.